നമസ്തേ. ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അവിട്ടം ദിനാശംസകൾ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് CPM. ചെറുപ്പക്കാരുടെ ISലേക്കുള്ള ഒഴുക്ക് ഗൗരവതരമെന്ന് P. ജയരാജൻ. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികൾ. ചെറുപ്പക്കാർ കൂടുതലായി ISൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നെന്നും CPM നേതാവ്. P. ജയരാജൻ്റെ തുറന്നു പറച്ചിൽ പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. വീണ്ടും നിപ്പ ആശങ്കയിൽ സംസ്ഥാനം. യുവാവ് മരിച്ച സാഹചര്യത്തെ മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. രോഗം സ്ഥിരീകരിച്ച നടുവത്ത് ഫീവർ സർവേ നടത്തും. 151 പേരുടെ സമ്പർക്ക പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകൾ കണ്ടെയ്ൻമെൻറ് സോൺ. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റ്. പിടിയിലായത് കാർ നിർത്താതെ പോയ കരുനാഗപ്പള്ളി സ്വദേശി അജ്മൽ. മനഃപൂർവമായ നരഹത്യാ കുറ്റം ചുമത്തി. അജ്മലിനെതിരെ നേരത്തെ തന്നെ 5 ക്രിമിനൽ കേസുകളെന്ന് പോലീസ്. ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും പ്രതി ചേർക്കും. വയനാട് ദുരന്ത മേഖലയിൽ കോടികൾ ചെലവഴിച്ചെന്ന് സംസ്ഥാന സർക്കാർ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചെലവ് 2,76,00,000 രൂപ. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98,00,000 രൂപ. കണക്കുകൾ പെരുപ്പിച്ച് കോടതിയിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം. മൃതദേഹം സംസ്കരിക്കുന്നതിൽ പോലും നടന്നത് വൻ കൊള്ളയെന്ന് കെ. സുരേന്ദ്രൻ. ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. ആക്രമണശ്രമം ഫ്ലോറിഡയിൽ. ഗോൾഫ് കളിക്കിടെ മറഞ്ഞിരുന്ന അക്രമിയെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ കീഴടക്കി. പിടിയിലായത് ഹവായ് സ്വദേശി. AK-47 തോക്ക് കണ്ടെടുത്തു. വധശ്രമമെന്ന് സ്ഥിരീകരിച്ച് ജോ ബൈഡൻ. കോൺഗ്രസ് നേതാവ് രാഹുലിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകന് നേരെ ആക്രമണം. കോൺഗ്രസ് അനുയായികൾ കയ്യേറ്റം ചെയ്തത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ രാഹുൽ ചൂണ്ടിക്കാട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ കട നടത്തുന്നവരെന്ന് രാഹുൽ പരസ്യം ചെയ്യരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി നോക്കാം. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകമെന്ന് CPM. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകമെന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ പ്രമുഖ നേതാവ് P. ജയരാജനാണ്. കേരളത്തിൽ നിന്ന് ISലേക്കുള്ള ഒഴുക്ക് ഗൗരവതരമാണ്. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികൾ. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. ചെറുപ്പക്കാർ കൂടുതലായി ISൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നെന്നും P. ജയരാജൻ ഒരു പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ്. P. ജയരാജൻ്റെ തുറന്ന പറച്ചിൽ. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത്, കോഴിക്കോട് നിന്ന് ആനന്ദ് പുതു, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവ ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, ഇങ്ങനെ ഒരു പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ്? ഈ അഭിമുഖത്തിൽ കൃത്യമായി ഓണവുമായി ബന്ധപ്പെട്ട അഭിമുഖമാണ്, പക്ഷേ കൃത്യമായി ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതും കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകം എന്ന്. നമുക്കറിയാം, 2015 ജനം TV യാണ് ആദ്യമായി IS റിക്രൂട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് പരിഹസിച്ചവരാണ്, പുച്ഛിച്ചവരാണ് കേരളത്തിലെ CPMഉം അതുപോലെ കേരളത്തിലെ ഭരണകൂടവും. പക്ഷേ ഇന്ന് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജൻ തന്നെ ഇത് അംഗീകരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ ശ്രീജിത്ത? അനിൽ നമ്പ്യാർ, എന്തായാലും ISുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇനി 2 പുസ്തകങ്ങൾ വരാനുണ്ട്. ആ പുസ്തകത്തിലാണ് ഇത്തരം രേഖകളും ഇത്തരം വിവരങ്ങളും അടങ്ങിയിരിക്കുക. അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. തങ്ങളുടെ ജയരാജന്റെ ഭാഗത്ത് നിന്നും 2 പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ, ആ പുസ്തകത്തെക്കുറിച്ചുള്ള അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയാണ്
ഇത്തരത്തിലുള്ള ഒരു മറുപടിയായി വന്നിരിക്കുന്നത്. ആ പുസ്തകത്തിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളതായി പി ജയരാജൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും 4-ലധികം പേർ ഈ നമ്മുടെ ജമ്മു കാശ്മീരിൽ പോയി വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ഈ കണ്ണൂരും കാസർഗോഡുമായി ബന്ധപ്പെട്ട് പലരും IS-ന്റെ ഭാഗമായി സിറിയയിലേക്കും അതോടൊപ്പം തന്നെ പല വിദേശ രാജ്യങ്ങളിലും പോയി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം തുറന്നു പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്ത് ഇന്ന് ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള യുവാക്കൾ IS-ലേക്ക് പോകുന്നു. അതിനെ വളരെ ഗൗരവത്തോടെ തന്നെ കാണണമെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. പക്ഷേ ഇടതുപക്ഷം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മയപ്പെട്ട ഒരു സമീപനമാണ് തുടക്കത്തിലെല്ലാം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പി ജയരാജൻ തന്നെ തുറന്നു സമ്മതിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അദ്ദേഹം കണക്കുകൾ നിരത്തി തന്നെ പറയുകയാണ്. 4 പേർ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ ഭാഗമായി നിന്ന് ഇന്ത്യയുടെ സൈനികരുമായി ഏറ്റുമുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫണ്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ് മതരാഷ്ട്രീയവാദികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഈ സംഘടനയുടെ ലക്ഷ്യം തന്നെ അത്തരം മതരാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് തൻ്റെ ബുക്കിനെ കുറിച്ചാണ്. തൻ്റെ ബുക്കിൽ പുസ്തകത്തിൽ ഇത്തരം വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഒക്ടോബറോടെ ആയിരിക്കും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക. ആ പ്രസിദ്ധീകരണത്തിന് ശേഷം കേരളത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് തനിക്ക് തന്നെ അറിയാം. പക്ഷെ അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ല. ജനാധിപത്യ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുക തന്നെ വേണം. പക്ഷെ ഇതിനൊരു മാറ്റവും വരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യെസ്, ആനന്ദ് പുത്തൂര് ചേരുന്നു കോഴിക്കോട് നിന്ന്. ആനന്ദൂര്, RSS എന്താണ് പറഞ്ഞത്? അതാണ് ഇപ്പോൾ പി ജയരാജൻ്റെ നാവിലൂടെ നമ്മൾ ഒക്കെ കേട്ടത്, നമ്മളൊക്കെ കണ്ടത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം വലിയൊരു പ്രശ്നമായി മാറുന്നു ലോകത്ത് തന്നെ. ഒപ്പം കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ പ്രാതിനിധ്യമാണ് എടുത്തു പറയുന്നത് പി ജയരാജൻ. ആനന്ദ്, കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയല്ലേ നൽകുന്നത്? കാരണം നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദത്തെ തലോടുന്നൊരു സമീപനമാണ് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരിന് ഉള്ളത്, പ്രത്യേകിച്ച് CPM-നുള്ളത്, പ്രത്യേകിച്ച് കണ്ണൂരിലെ ചില CPM നേതാക്കന്മാർക്ക് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലപ്പോഴും ഈ ഇസ്ലാമിക ഭീകരവാദം ശക്തിപ്പെടുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ RSS ഇല്ലേ എന്ന രീതിയിലാണ് അവർ ആ ഒരു വലിയൊരു പ്രശ്നത്തെ സമീപിക്കുന്നത്. അതായത് അതിനെ ലാഘവത്തോടെയാണ് കണ്ടുവന്നത്. അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അല്ലേ പി ജയരാജൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്? സുധീഷ് ഗോപാലും ചേരുന്നു. സുധീഷ്, എൻ്റെ ചോദ്യത്തിന് മറുപടി. അൽ നമ്പ്യാർ നേരത്തെ RSS ഇത് പറയുമ്പോൾ അതിനെ ഒരു ഭാവന എന്ന രീതിയിൽ അതിനെ തിരസ്കരിച്ചിരുന്ന അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് ഇപ്പോൾ IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നിന്ന് നടന്നു. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ച 4 പേർ അവർ കണ്ണൂരുകാരായിരുന്നു. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ്, നടക്കുന്നതാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുമ്പോൾ അതിനകത്ത് വിവിധ രാഷ്ട്രീയ ഭാവങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം സമീപ രാഷ്ട്രീയത്തിൽ നമുക്ക് CPM-ലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിരുന്നതും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ആയിട്ടുള്ള ഇല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി CPM-ലേക്ക് വരുന്നതുമെല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ചില SDPI ബന്ധമുള്ളവർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നു, അവർ വിജയിക്കുന്നു. അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും SDPIക്ക് ഭൂരിപക്ഷം കിട്ടിയ വാർഡിൽ പോലും വലിയ ഭൂരിപക്ഷം ആ CPM നേതാവിന് ലഭിക്കുന്നു. ആ രീതിയിലെല്ലാമുള്ള ബന്ധം ചില അടിത്തട്ടിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ലെങ്കിൽ രഹസ്യമായ ധാരണകൾ ഇതെല്ലാം വെച്ച് പുലർത്തുന്ന പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തുന്നത്. IS-ന്റെ സാന്നിധ്യം IS-ലേക്ക് പോകുന്നവർ നിരവധി പേരാണ് ഉള്ളതെന്ന് അടിവരയിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും SDPI പോപ്പുലർ ഫ്രണ്ട് പോലുള്ളവരും മതരാഷ്ട്രവാദികളാണ് എന്ന വലിയ മുന്നറിയിപ്പ്. അത് വളരെ അപകടകരമാണ്. അതിനെ ഗൗരവതരമായി കാണണമെന്നതാണ് തൻ്റെ നിലപാടെന്ന് പറയുന്നു. അത് ഒരു
ഒരു CPM സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയുമ്പോൾ അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ അത് ഗൗരവമായി തന്നെ കണ്ടു വരുന്ന സമ്മേളനങ്ങളിലടക്കം ചർച്ചയാവുന്ന ഒരു സന്ദേശം തന്നെയാണ് പി ജയരാജൻ മുന്നോട്ട് വെക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിലെ ഒരു അടവ് നയം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ CPM ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് സമവാക്യമുണ്ട്. ആ ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ വാളെടുത്തിരിക്കുന്ന PV അൻവറും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചും മറ്റും രംഗത്തെത്തിയ ജലീലും എല്ലാം കൂടെ ഒരു മുസ്ലിം വർഗീയ രാഷ്ട്രീയം CPM കൊണ്ടുവരുന്നു എന്നൊരു ആക്ഷേപം ചില കോണിൽ നിന്നെങ്കിലും ഉയരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല. MV ഗോവിന്ദനോടൊപ്പം നിന്ന് പിണറായി വിജയനെതിരെ വാളെടുക്കുന്ന മറ്റൊരു നേതാവായ P ജയരാജൻ SDPIക്കെതിരെയും IS തീവ്രവാദം ശരിവെച്ചുകൊണ്ട് പറയുന്നു. സുധീഷ്, ഞാൻ തിരിച്ചു വരാം. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ചേരുന്നു. ടീച്ചറെ, കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകം എന്ന് ഇപ്പോൾ CPM ബോധ്യപ്പെട്ടിരിക്കുന്നു. വിശിഷ്യ P ജയരാജന്റെ തുറന്നു പറച്ചിൽ, അതായത് IS റിക്രൂട്ട്മെന്റ് ഉണ്ട്, ഞങ്ങൾ 2015 പറഞ്ഞത് അന്ന് പുച്ഛിച്ചവർ പരിഹസിച്ചവർ ഇന്ന് അത് തുറന്ന് സമ്മതിക്കുന്നു. മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് ചിലർ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതിലുള്ള ആ വിഷമം കൂടി P ജയരാജൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. CPM മാറുന്നു എന്ന് പറയാൻ പറ്റുമോ? P ജയരാജനെ പോലുള്ളവർ മാറുന്നു, അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ടീച്ചർ എങ്ങനെ കാണുന്നു ഈ തുറന്നു പറച്ചിലിനെ? ഇവിടെ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലവാരത്തിന്റെ വിശദ വിവരങ്ങൾ അവർക്ക് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടി വന്നു. അപ്പോഴാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്ന് P ജയരാജനെ പോലുള്ളവർക്ക് ബോധ്യമായത്. ഈ ദേശത്തെ സ്നേഹിക്കുന്നവരെ, ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നവരെ അവർ കാലങ്ങളായി പറയുന്നു. കാരണം നമ്മളിത് തൊട്ടറിയുന്ന വിവരങ്ങളാണ്, നമ്മളെ അല്ലെങ്കിൽ നേരിട്ടറിയുന്ന, ഒരു പക്ഷെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനത്തിൽ കൂടിയല്ല, നമ്മൾ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അറിയുന്ന കൃത്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്നതെല്ലാം ഒരു വർഗീയ അജണ്ടയായിട്ട് പറയണം. അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് CPM ആണ്. ഈ പറഞ്ഞ ഇന്നിപ്പോൾ വിമർശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാമായി തോളിൽ കൈയിട്ട് രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഒരിക്കലും CPM തോന്നിയിട്ടില്ല ഈ ഒരു യാഥാർത്ഥ്യം. അപ്പോ അത് ഇപ്പൊ ഒരു പാഠം ഹിന്ദുവും വോട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കേരളത്തിലെ ഇതര വിഭാഗങ്ങളെല്ലാം കൈകോർത്ത് പോകുന്നു എന്ന സത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബോധ്യമായപ്പോഴാണ് ഇത്തരത്തില് P ജയരാജനെ പോലുള്ളവർക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നു. ഇതൊരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റും. ഇതൊരിക്കലും ആത്മാർത്ഥതയുടെ സ്വരമായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല. കാരണം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ ഇത്രയും കാലം ആഭ്യന്തര വകുപ്പ് കൈവശം ഉണ്ടായിട്ട് എല്ലാ വിവരങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് CPM ഇതിനെതിരെ നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് ഇതിനെതിരെ പരസ്യമായി പറഞ്ഞില്ല? അപ്പൊ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് P ജയരാജനെ പോലുള്ളവർ പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ആർക്കെതിരെയാണ് ഇവർ ആയുധം എടുത്തിരുന്നത്? ആരെയാണ് ഇവർ വേട്ടയാടിയിരുന്നത്? ആരെയാണ് സംഘടിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടില്ല? അതിന്റെയൊക്കെ അനന്തരഫലമാണ് P ജയരാജൻ പറഞ്ഞത്. വാക്കിൽ ആത്മാർത്ഥതയില്ലെങ്കിലും ഒരു വാസ്തവമാണ്. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭീകരവാദത്തിലേക്ക് ISലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവിടെ ദേശീയവാദികളെ സംഘടിക്കാൻ സമ്മതിക്കാതെ പല വിധത്തിൽ അതിന് തടയിട്ട് വെച്ച CPM ആണ്. സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തത്. അവരുടെ പശ്ചാത്താപം കൊണ്ട് മാത്രം വിഷയം പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല. ടീച്ചറെ, എല്ലാ മതതീവ്രവാദത്തോടും ഒരേ സമീപനം എന്നാണ് പലപ്പോഴും CPM നേതൃത്വം തുറന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം കൃത്യമായിട്ട് ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തെ എന്നും തലോടുന്ന ഒരു സമീപനമാണ് പാർട്ടിയിലെ ചില നേതാക്കൾ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോഴും അറിയാം, ഈ പാർട്ടിയുടെ തലപ്പത്തുള്ളവരും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ളവരും ഒരക്ഷരം പറയാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ RSSുമായി അതിനെ താരതമ്യം ചെയ്യുകയാണ് പതിവ്, അല്ലേ? അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ CPM തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നു. അതിനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്നാണ് അവർ കാണുന്നത്. പക്ഷേ വിഭാഗീയത വീണ്ടും പാർട്ടിയിൽ ശക്തിപ്പെടുന്നു. ഇപ്പോൾ നോക്കൂ, P ജയരാജൻ അറിയാം, P ജയരാജൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ഒരു നേതാവാണ്. ഇപ്പോൾ ചില അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നൽകുന്നു. പിണറായി ഉൾപ്പെടെ ഉള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു തുറന്ന പറച്ചിൽ തന്നെയല്ലേ ഇത്? തീർച്ചയായും അതായിരിക്കാം. അവരുടെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ വേണ്ടി മാത്രമാണോ നാടിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയേണ്ടത്? അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ദൗത്യം മറക്കല്ലേ? ഒരു ഭരണകക്ഷി അവരുടെ ദൗത്യം മറക്കല്ലേ? വിഭാഗീയമായ നടപടികളിൽ വെട്ടിനിരത്താനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ വേണ്ടി മാത്രമാണോ ഇത്തരം ചില വാസ്തവങ്ങൾ പറയേണ്ടത്? ഇപ്പോ CPM എനിക്ക് തോന്നുന്നു ഇതുപോലെ നേരത്തെ പറഞ്ഞ അടവ് നയത്തിന്റെ ഭാഗമാണോ? കാരണം ഇനി ഹിന്ദു വോട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു, ആ ഹിന്ദു വോട്ട് കൈവശപ്പെടുത്താൻ ഇതുപോലുള്ള ചില അടവുകളെ മതിയാകൂ, അതുകൊണ്ട് ചിലരെ ആറാട്ടുമുണ്ടന്മാരുടെ വേഷം കെട്ടിച്ച് മുന്നേ നടത്തുന്നതാണോ? CPM നമുക്ക് കാലങ്ങളായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ സംശയം.
ഈ ഇവിടുത്തെ ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത CPM ആണ്, നിസ്സംശയം പറയാം നമുക്ക്. അതിനുവേണ്ടി ഹിന്ദു വിശ്വാസത്തെ ഏത് തരത്തില് എല്ലാം മിക്സ് ആണെന്നോ അല്ലെങ്കിൽ എല്ലാം എതിർക്കപ്പെടേണ്ടതാണോ എന്ന് ഉന്നത അധികാരികളിൽ നിന്ന് വരെ കേട്ടത് നമുക്ക് കിട്ടും. ഹിന്ദു വിശ്വാസത്തെ കട്ടപുഴക്കി എറിയാൻ എല്ലാ വിധത്തിലും ശബരിമലയിൽ അടക്കം നമ്മൾ പരിശ്രമിച്ചത് കണ്ടു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭീകരവാദികൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തത്. ഇപ്പൊ എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കി മാത്രം നടത്തുന്ന ഈ ഒരു ജാട, അതിലേതായാലും ഇവിടുത്തെ ദേശസ്നേഹികൾ വീണു പോകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. യെസ്, ആനന്ദ് പുത്തൂരും ചേരുന്നു കോഴിക്കോട് നിന്ന്. ആനന്ദ്, ഇപ്പോൾ നമുക്കറിയാം കേരള സ്റ്റോറി എന്ന ഒരു ചലച്ചിത്രം ഇറങ്ങിയ സമയത്തും അതിനെ വിമർശിക്കുന്ന നിലപാട് ആണ് CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേരള സ്റ്റോറിയുടെ ആ പ്രമേയം തന്നെ മലബാറിലുള്ള ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയൊരു വിഷയം തുറന്നു പറഞ്ഞത്. അന്ന് CPM ഇതിനെ ശക്തിയുക്തം എതിർത്തിരുന്നു. ഇത് യഥാർത്ഥ കേരള സ്റ്റോറി അല്ല എന്ന് തുറന്നു പറഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ ഒരു ക്യാമ്പയിനും നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള ഒരു CPM നേതാവാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്, ഇതൊരു യാഥാർത്ഥ്യമാണ്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ലവ് ജിഹാദാണ് പ്രമേയമെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ആധാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് തന്നെയാണ്. അതെല്ലാം CPM അംഗീകരിക്കുന്നു. CPM പൂർണ്ണമായും അംഗീകരിക്കുന്നു പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കണ്ണൂരിലെ പ്രബലനായിട്ടുള്ള ഒരു നേതാവ് തുറന്നു പറയുന്നു. അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ ഒരു പുസ്തകമായി ഇറങ്ങാൻ പോകുന്നു. എന്ത് മനസ്സിലാക്കണം ജയരാജൻ്റെ തുറന്നു പറച്ചിലിൽ നിന്ന് ആനന്ദ്? അനിൽ നമ്പ്യാർ, നമ്മൾ കണ്ടതാണ് മാസങ്ങൾക്ക് മുൻപ് ഈ കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴും മറ്റ് ക്രിസ്ത്യൻ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടവകളിൽ പ്രദർശിപ്പിച്ചപ്പോഴും എല്ലാം ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ബഹുജന സംഘടനകളാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥ കേരള സ്റ്റോറി അല്ല, സംഘപരിവാറിന്റെ അജണ്ടകളാണ് അത്തരത്തിൽ ആളുകളെ വഴിതെറ്റിക്കുന്നതിനും ആളുകളെ വഴിമാറ്റി വിടുന്നതിനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദർശനം നടത്തുന്നത്. ദൂരദർശനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ആ കുഴിയിൽ വീണുപോകുന്നു എന്നുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് തന്നെ ആ പ്രതിഷേധവുമായി എത്തിയത് CPM-ന്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളും നേതാക്കന്മാരും തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു യൂട്യൂബ് ചാനലിന് സ്വകാര്യമായി കൊടുത്തിരുന്ന ഒരു സംഭാഷണത്തിലാണ് ഇപ്പോൾ P. ജയരാജൻ തന്നെ അത് തുറന്നു സമ്മതിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് P. ജയരാജൻ പറയുന്നു. മാത്രമല്ല കണ്ണൂരിൽ നിന്ന് 4 പേർ അത്തരത്തിൽ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഇന്ത്യൻ സൈന്യവുമായി പോരാടിക്കൊണ്ട് കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടെന്ന് തുറന്നു സമ്മതിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് തന്നെയാണ് കേരള സ്റ്റോറിയിലും പ്രമേയം. ആ പ്രമേയത്തെ CPM-ന്റെ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ ആ തലത്തിൽ അംഗീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്, വളരെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മതരാഷ്ട്രത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് അത് ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിൽ ചില സുന്നി സംഘടനകൾ കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് ജയരാജൻ പറയുന്നുണ്ട്. മാത്രമല്ല ആ സംഘടനകളുടെ പേരടക്കം എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾക്ക് ഇതിൽ ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ആ തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തുറന്നവർത്തികളാണ് ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന തന്റെ പുസ്തകത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ജയരാജൻ സൂചിപ്പിച്ചത്. എന്തായാലും ഈ കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം ഏത് തലത്തിലാണ് കേരളത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആ പുസ്തകത്തിൽ ഉണ്ടാകും. എന്തായാലും ഒരു ഉള്ളടക്കമാണ് ആ പുസ്തകത്തിന് ജയരാജൻ ഇപ്പോൾ പുറത്തുവിട്ടത്. എന്തായാലും ഒരു നിമിഷം PC ജോർജ് ചേരുന്നു. P. ജയരാജനെ തുറന്ന പറച്ചിൽ, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ താങ്കൾ കണ്ട് കാണും. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകമാണെന്ന് CPM അംഗീകരിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലുള്ള യുവാക്കളെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ചവർ ഇപ്പോഴത് അംഗീകരിക്കുന്നു. എന്തായിരിക്കാം ഈ മാറ്റത്തിന് ആധാരം? CPM ഒന്നടങ്കം മാറുമോ അതോ P. ജയരാജൻ മാത്രമാണോ മാറുന്നത്? P. ജയരാജനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയേ പറ്റൂ. കാരണം പിണറായി വിജയന്റെ മൗനാനുവാദത്തോട് നടന്ന് ഈ കൊള്ളം മുഴുവൻ പുറത്തു വരാൻ പോവുക. അത്രയും പ്രതീക്ഷയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം മകളെ കെട്ടിച്ചു കൊടുത്തത് ആർക്കാം? അങ്ങനെ IS ഭീകരവാദികൾ സംഘടന ആളല്ലേ. എന്തൊരു ഭീകരത എന്നത് ഇത്. ഞാൻ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുമ്പോ കുറ്റം പറയും. ഇപ്പൊ ഏതായാലും PC പറയാം, കേൾക്കുന്നുണ്ടോ? പറയാം. ഇപ്പൊ ആരും സംശയിക്കേണ്ട. ഈ മാർച്ച് 25 ഇത് എത്ര നാൾ? ഇനി 10ാം മാസമല്ലേ? 5 മാസം. മാർച്ച് 25 കഴിഞ്ഞ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകാൻ പോകുന്ന കലാപത്തിന് ഉത്തരവാദിത്വം ആര് പറയും? എനിക്ക് നോക്കിക്കോളൂ. ഞാനിതിപ്പോ നേരത്തെ പ്രവചിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ഓർക്കുക എന്താ മാർച്ച് 25 എങ്ങനെ PC-യോട് പറയും? നിങ്ങൾ മാർച്ച് 25 കഴിഞ്ഞ് എന്നെ വിളിച്ചോളൂ, അപ്പൊ പറഞ്ഞോളൂ. അതായത് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ഈ IS ഭീകരന്മാരുടെ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ആ വേരുകൾ
ഇപ്പോ നരേന്ദ്രമോദി അല്ലായിരുന്നു ഇതിന്റെ പ്രധാനമന്ത്രിയെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് മുസ്ലിം ഭീകരവാദ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം മുസ്ലിം രാഷ്ട്രമാകണം, മുസ്ലിം അല്ലാതെ ആരും ജീവിക്കാൻ പാടില്ല എന്ന ദുഷ്ട ചിന്താഗതിയ. ഇന്ത്യ പോലൊരു രാജ്യം മഹത്തായ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉറവിടമാണ്. ആ രാജ്യത്തിൽ കയറി മുസ്ലിം തീവ്രവാദം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കും? ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിം തീവ്രവാദം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഇവിടെയുള്ള ക്രിസ്ത്യാനി ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കാം, പക്ഷെ ഹിന്ദുവിനെ കൊന്നു തീർക്കാൻ കുറെ സമയമെടുക്കും. അതാ പ്രശ്നം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാണ്. കമ്മ്യൂണിറ്റി ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ മക്കളെ നല്ലവണ്ണം വളർത്താൻ തയ്യാറാകുകയും നേരിടാൻ തയ്യാറാകുകയും ചെയ്തില്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോയാൽ ഇത് നമ്മൾ അപകടത്തിലേക്ക് ചാടും. യാതൊരു സംശയവും ഉണ്ടാകും. ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയല്ല ഹിന്ദുവിനോടൊപ്പം ചേരുക. ഇതാണ് ഞാൻ 2 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു. ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്, സമാധാനപരമായി രാജ്യം പോകണമെന്ന് ആഗ്രഹിക്കുന്നു, മഹത്തായ ഭാരതം എന്ന ഒരു രാജ്യത്തെ പറ്റി അഭിമാനം കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരു സംശയം ഉണ്ടാകും ഹൈന്ദവ സംസ്കാരത്തോടൊപ്പം യോജിച്ചു പോവുക. അതിലൂടെ അല്ലാതെ രക്ഷപ്പെടില്ല. അതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. നമ്മുടെ പട്ടാളം വരാൻ പോകുന്ന എന്താന്ന് ചൈനയും പാകിസ്ഥാനും ഈ IS ഭീകരന്മാർക്കെല്ലാം പിന്തുണയും കൊടുക്കുക. ചൈനയും പാകിസ്ഥാനും ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കും. അപ്പോ ബോർഡർ സെക്യൂരിറ്റി എന്നതിൽ പട്ടാളത്തെ മുഴുവൻ അങ്ങോട്ട് നിയോഗിക്കേണ്ടി വരും. ആ സമയത്ത് ഇവിടെ നടത്തുന്ന അക്രമങ്ങളിൽ നേരിടാൻ പട്ടാളത്തെ ഇറക്കാൻ കഴിയാതെ പോകും. പട്ടാളത്തെ ഇറക്കാൻ പോലീസിനകത്തും കയറി കഴിഞ്ഞുമാരുണ്ട്. അപ്പൊ പട്ടാളം ഇറങ്ങുന്ന സാഹചര്യം പട്ടാളത്തെ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ചൈനയുടെ ബോർഡർ സംരക്ഷിക്കട്ടെ. എല്ലാ വിധത്തിലും നമുക്കിട്ട് ചെയ്യാവുന്ന എല്ലാ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഈ പറഞ്ഞ പോലെയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. കൂടുതൽ ഹിന്ദു വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ സതുദ്ദേശപരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ തുറന്ന പറച്ചിലാണ് പി ജയരാജൻ്റെ ഭാഗത്തു നിന്ന് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അവസരം വരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടിയുണ്ടായി. അപ്പോൾ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമാക്കി ഉള്ള ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ഇതിനെ കാണേണ്ടതുള്ളൂ. കാരണം ഒരു കാരണവശാലും ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് CPM-ന് മാറാൻ ആവില്ല. കാരണം എന്ന് ഈ മുസ്ലിം വോട്ട് ബാങ്ക് CPM-നെ വിട്ടുപോകുന്നു അന്ന് CPM-ന്റെ പതനമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതൊരു അടവ് നയം എന്ന രീതിയിൽ മാത്രമല്ലേ നമുക്ക് കാണേണ്ടതുള്ളൂ. ഇത് ഈ അടവ് നയം ഒന്നും ചെലവാവില്ലാത്തതിന് കാരണം ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ ആരാണ്? ഒന്നാന്തര ഹൈന്ദവനാണ്. പക്ഷേ അങ്ങേരുടെ മകളെ എന്തിന് മുസ്ലിമിന് കെട്ടിച്ചു കൊടുക്കും? മുസ്ലിം കെട്ടിച്ചു കുഴപ്പമില്ല, മുസ്ലിം ഭീകരവാദിക്കാണ് കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അയാള് ISI സന്തോഷ സഹചാരിയാണ്. അയാൾ അപ്പനെ എനിക്കറിയാം. അയാൾ നല്ല പോലീസ് ഓഫീസറായിരുന്നു, മനസ്സിലായില്ലേ? ആള് IPS കിട്ടിയ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ മകൻ ഇങ്ങനെ പോയി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ നിലയ്ക്ക് ജയരാജനിപ്പം നിവൃത്തിയില്ലാതെ പറഞ്ഞതാണോ അതോ ആത്മാർത്ഥത്തോട് പറഞ്ഞതാണോ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ആത്മാർത്ഥക്കുറവുണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ സത്യം പറയാനുള്ള സന്മനസ് കാണിച്ചതിന് നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിയുക. സ്വാഭാവികമായി ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ചയുടെ വന്നിരിക്കുന്ന ഏകദേശം കണ്ടൻസിന്റെ അടിസ്ഥാനത്തിലാണ് പി ജയരാജൻ ഇത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംശയം വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മുസ്ലിം പീഡനം അവസാനിപ്പിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വരുന്ന ഒരു സംശയം വേണ്ട. നന്ദി PC ജോർജ്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകം എന്ന പി ജയരാജൻ. കേരളത്തിൽ നിന്ന് IS-ലേക്കുള്ള ഒഴുക്ക് ഗൗരവതരമായി കാണേണ്ടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളാണ്. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. ചെറുപ്പക്കാർ കൂടുതലായി IS-ൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നെന്നും പി ജയരാജൻ ഒരു പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജൻ്റെ ഈ തുറന്നു പറച്ചിൽ. പി ജയരാജൻ എന്താണ് തുറന്ന് പറഞ്ഞത് നമുക്ക് കാണാം. IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. അതാണ്. അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല.
മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ട് സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ. റിക്രൂട്ട്മെൻറ്റ് നടന്നല്ലോ, റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്, പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര താല്പര്യങ്ങൾ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സലഫിസത്തിൻ്റെ ഭാഗമായി ആശയതലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. ഇവയൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ആശയങ്ങളുണ്ട്. എസ് പി ജയരാജൻ്റെ CPM സംസ്ഥാന സമിതി അംഗം, പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ മുൻ സെക്രട്ടറി പി ജയരാജൻ്റെ തുറന്നു പറച്ചിലാണ് പ്രേക്ഷകർ കണ്ടത്. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകമായിട്ട് നടക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ചില യുവാക്കൾ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ മതരാഷ്ട്രവാദികളാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ CPMന് ഇടതുപക്ഷത്തെ സഹായിച്ച 2 ഫണ്ടമെൻ്റൽ ഫോഴ്സസാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും. ഈ 2 സംഘടനകളോടും വർഗീയ സംഘടനകളോടും കൃത്യമായിട്ടുള്ള അകലം ഒരിക്കലും പാലിക്കാതിരുന്ന CPM ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒക്കെ ഇവരെ തള്ളിപ്പറയുന്നതായിട്ട് കാണിക്കുമെന്നല്ലാതെ കൃത്യമായി ഇവരെ ചേർത്ത് പിടിച്ച CPM, ആ CPMൻ്റെ സമ്മതനായിട്ടുള്ളൊരു നേതാവാണ് ഇപ്പോൾ ഇവരെ എല്ലാം ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ ഇതെല്ലാം തുറന്ന് എഴുതിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും രണ്ടാണ്. ചെറുപ്പക്കാർ കൂടുതലായി ISൽ ചേരുന്നത്, ഇത്തരം വർഗീയ സംഘടനകളിലേക്ക്, പ്രസ്ഥാനങ്ങളിലേക്ക് ചേരുന്നത് കണ്ണൂരിൽ നിന്നാണെന്നും പി ജയരാജൻ തുറന്ന് പറഞ്ഞിരിക്കുന്നു. പി ജയരാജൻ്റെ ഈ തുറന്നു പറച്ചിൽ അത് പാർട്ടിയുടെ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതോ സതുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണോ, അതോ നേരത്തെ PC ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയൊരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, അതിൻ്റെ ഉത്തരവാദിത്തം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് മുൻകൂർ ജാമ്യമെടുക്കലാണോ? ഇങ്ങനെ നിരവധി സന്ദേഹങ്ങളും സമസ്യകളും നമ്മുടെ മുന്നിലുണ്ട്. സാമൂഹ്യ നിരീക്ഷകൻ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ചേരുന്നു. സ്റ്റാൻലി സെബാസ്റ്റ്യൻ, പി ജയരാജൻ്റെ തുറന്നു പറച്ചിൽ താങ്കൾ കണ്ടു കാണും, എങ്ങനെ പ്രതികരിക്കുന്നു? ഇല്ല, ഇത് തുറന്നു പറച്ചിൽ എന്നൊന്നും പറഞ്ഞോണ്ട് കാര്യമില്ല. ഇവർക്കിത് എന്ന് അറിഞ്ഞിരുന്നു, പി ജയരാജൻ ഇത് എന്ന് അറിഞ്ഞിരുന്നെന്നാണ് അങ്ങേര് പറയേണ്ടത്. ഇത് ഇന്നലെയാണോ അറിഞ്ഞത്, ഇന്നാണോ അറിഞ്ഞത്? അത് 30 വർഷം മുമ്പ് അറിയായിരുന്നു, 20 വർഷം മുമ്പ് അറിയായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, പുള്ളി ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ടോ, പുള്ളിയുടെ പാർട്ടി കൂടിയിട്ടുണ്ടോ, പുള്ളിയുടെ മുന്നണി കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പുള്ളിയുടെ പ്രതിപക്ഷം കൂടിയിട്ടുണ്ടോ? അതൊക്കെയാണ് പുള്ളി പറയേണ്ടത്. ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിച്ചു, ഈ റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ ബെനിഫിറ്റ് മാർക്സ് പാർട്ടിയും LDFും UDFും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ? വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിന്റെ പേരിൽ എന്തേറെ പേര്, 250ഓളം സംഘപ്രവർത്തകര് ആക്സിഡന്റിൽ, വ്യാജ ആക്സിഡന്റുകളിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, വണ്ടി ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വെറും ആക്സിഡന്റ് ആയിട്ട് എഴുതി തള്ളിയ ആൾക്കാരാണ് ഈ ഇടതന്മാരും വലതന്മാരും. ഈ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന പരിപാടി കൃത്യമായിട്ട് ഇവർ ആസൂത്രണം ചെയ്ത് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അത് മൊത്തം ഒരു FIR പോലും ഇല്ലാണ്ട് അനേകം ആൾക്കാരെ വണ്ടി ഇടിപ്പിച്ചു കൊന്നു. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പൊ ഏതോ പെട്ടെന്ന് വെളിപാട് കിട്ടിയ പോലെ ഇവിടെ ഇന്നലെ അങ്ങ് അറിഞ്ഞ രീതിയിൽ പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം ഇത് കേസ് FIR ആക്കി 164 പ്രകാരം മൊഴി കൊടുക്കണം. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇന്നതാണെന്ന് മൊഴി കൊടുക്കണം. എന്നിട്ട് NIAക്ക് ഈ കേസ് വിടണം. അപ്പോഴേ ഇതിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതുള്ളൂ. കാരണം ഇത് ഒരു റിക്രൂട്ട്മെന്റ് മാത്രമല്ല, കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ആസാദ് കേരളം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇടതും വലതും എന്ന് മാത്രമല്ല ജനം TV ഒഴിച്ചുള്ള ബാക്കി മീഡിയകളും ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ആ പരിപാടിയെ പറ്റി അന്വേഷണം വേണം. അല്ലാണ്ട് ചുമ്മാ റിക്രൂട്ട്മെന്റ് ഒരു തമാശയൊന്നുമല്ല. ടെറർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് തമാശയല്ല, നാഷണൽ സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ്. രാജ്യത്തെ പീഡിപ്പിക്കാനും ദുർബലപ്പെടുത്താനും ഇല്ലാണ്ടാക്കാനും ഉള്ള ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇടത് വലത് മുന്നണികളുടെ മീഡിയയുടെയും പങ്ക്, ഇവിടുത്തെ ഈ ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മീഡിയകളുടെ പങ്കും കൂടെ
അന്വേഷിച്ച് വേണം ഈ കാര്യങ്ങൾ. ഇത് കേന്ദ്ര ഗവൺമെന്റാണ് ഡീൽ ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് അതേ രീതിയിൽ ഡീൽ ചെയ്ത് ഇദ്ദേഹത്തിന്റെ മൊഴി 164 പ്രകാരം എടുക്കണമെന്നുള്ളതല്ലാണ്. അല്ലാണ്ട് കൊള്ളസംഘത്തിൽ ഇപ്പോൾ ഒരു അലമ്പുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൊള്ളക്കാർ പലരും പല സീക്രട്ടും വിളിച്ചു പറയുന്നുണ്ട്, കൊള്ളസംഘത്തിന്റെ സീക്രട്ടുകളൊക്കെ. ഇപ്പൊ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന കൊള്ള സംഘത്തിന്റെ സീക്രട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. നീ ഐസിസ് ആണ്, നീ താലിബാനാണ്, നീ ചൈനയാണ്, നീ പാകിസ്ഥാനാണ്. ഇതിന്റെ സത്യം എന്താന്ന് ചോദിച്ചാൽ ഇവരാരും ഇന്ത്യക്കാരായിരുന്നില്ല. ഇവരെല്ലാവരും ഇന്ത്യ വിരുദ്ധരും ഹിന്ദു വിരുദ്ധരുമായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത് ഇതിന്റെ കാര്യം. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചേരാനും പറയട്ടെ. അപ്പൊ അത് അന്വേഷിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. ഇടതിനും വലതിനും രാജ്യദ്രോഹികളാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇതിന്റെ അകത്ത്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം ഇസ്ലാമിക തീവ്രവാദികളിൽ വലിയൊരു വിഭാഗം DYFIയിലേക്കും അതുപോലെ CPMലേക്കും നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. അത് രഹസ്യമായി CPMലെ നേതാക്കന്മാർ തുറന്ന് പറയുന്നുണ്ട്, രഹസ്യമായി അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതൊരു അതിൽ കൃത്യമായിട്ട് ഒരു മൗനം അവലംബിക്കുകയാണ്. ഇവർ കടന്നു വന്നതിനെ അംഗീകരിക്കുന്നില്ല, നുഴഞ്ഞു കയറിയതിനെ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുകൂടിയായിരിക്കുമോ P ജയരാജൻ്റെ തുറന്നു പറച്ചിൽ? കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള ഒരു സ്ഥലത്ത്, CPMന് ഏറെ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ മതന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണ ആർജിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിൽ ഈ വർഗീയത കൊണ്ടും അതുപോലെ ഈ തീവ്ര നിലപാട് കൊണ്ടും ഒരുപക്ഷെ നല്ല മുസ്ലിങ്ങൾ അകന്നു പോകുമോ എന്ന ഭയം, അതൊക്കെ ആയിരിക്കുമോ ഒരുപക്ഷെ P ജയരാജനെ കൊണ്ട് ഇങ്ങനെ ഒരു തുറന്ന പറച്ചിലിന് പ്രേരിപ്പിച്ചത്. പകൽ CPM ആയിട്ടും DYFI ആയിട്ടും പ്രവർത്തിക്കുന്നവർ രാത്രി അവ കൃത്യമായിട്ട് PFIക്ക് വേണ്ടിയും ഇതുപോലുള്ള വർഗീയ സംഘടനകൾക്ക് വേണ്ടിയും പണിയെടുക്കുന്നു. ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ചില ദുരന്തങ്ങൾ, നേരത്തെ PC ജോർജ് അത് ചൂണ്ടിക്കാണിച്ചു, അങ്ങനെയുള്ള ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം അത് നമ്മുടെ തലയിലാകുമോ എന്ന ഭയം കൊണ്ടൊക്കെയുള്ള ഒരു തുറന്ന പറച്ചിൽ. അതോ ഇത് P ജയരാജൻ്റെ മാത്രം പറച്ചിൽ ആണോ? CPMൻ്റെ നിലപാട് ഇപ്പോഴും തീവ്ര ഇതുപോലുള്ള വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, അവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമീപനം, അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണോ? എന്തായിരിക്കാം ഒരുപക്ഷെ P ജയരാജൻ്റെ തുറന്നു പറച്ചിലിന് അടിസ്ഥാനം? ഇത് പാർട്ടിയുടെ അനുമതി, അംഗീകാരം കൂടി വാങ്ങിക്കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഈ പുസ്തകം എഴുതുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് ഈ നല്ല ജിഹാദിയും ചീത്ത ജിഹാദിയും ഇല്ല, നല്ല കമ്മ്യൂണിസ്റ്റും ചീത്ത കമ്മ്യൂണിസ്റ്റും ഇല്ല. അതായത് പട്ടികാഷ്ടം 10 വെട്ടിമുറിച്ചാലും പട്ടികാഷ്ടം തന്നെ. ഇതിൻ്റെ അകത്ത് നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നല്ലതൊന്നും ചീത്ത എന്നുള്ളത് ചോദ്യമില്ല. ഇത് രണ്ടും ഒരുപോലെ രാജ്യത്തിന് ആപത്താണ്. ജിഹാദും കമ്മ്യൂണിസ്റ്റും രണ്ടും ഒരുപോലെ ഇതിന് ആപത്താണ്. ഇവരെ രണ്ടുപേരെയും വെച്ചോണ്ടാണ് ഈ ഇന്ത്യ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളം മാത്രം നോക്കിയാൽ പോരാ. കേരളത്തിന് പുറത്തും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കോൺഗ്രസും ഒരുപോലെ കുറ്റക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ കോൺഗ്രസിലും ഇത് നുഴഞ്ഞു കയറി, രണ്ടിടത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രണ്ടിടത്തും അവർ പിടിമുറുക്കിയിട്ടുമുണ്ട്. നീ ആര് സ്ഥാനാർത്ഥിയാണ്, ആർക്ക് സീറ്റ് കൊടുക്കണം. ഇപ്പം ഇതിന്റെ ഒരു കാര്യം കണ്ടതല്ലേ, കോൺഗ്രസിന്റെ സീറ്റ് അലോട്ട്മെന്റിലും കമ്മ്യൂണിസ്റ്റിന്റെ സീറ്റ് അലോട്ട്മെന്റിലും ജിഹാദികളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിലേ MP സ്ഥാനവും MLA സ്ഥാനവും കോർപ്പറേഷനും പഞ്ചായത്തും ബാങ്കും പോലും കിട്ടത്തുള്ളൂ. അവർ പറയുന്നിടത്താണ് കാര്യങ്ങൾ ഈ രണ്ട് പാർട്ടിയിലും. അപ്പൊ ഇതിനകത്ത് ഒരാൾ നല്ലവനും ഒരാൾ ചീത്തയില്ല. കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയട്ടെ. കൂടുതൽ ജനങ്ങൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇടതിനും വലതിനും തുപ്പൽ ബിരിയാണിക്ക് അടിമയായി എന്ന കാര്യം കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങൾ മനസ്സിലാക്കി അത് തൃശ്ശൂരെ ജനങ്ങൾ പ്രതികരിച്ച പോലെ പ്രതികരിക്കാൻ പഠിക്കുക. എങ്കിലേ കേരളം രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ കേരളം തുറന്നു കൊടുത്താൽ നല്ലതാണ്, നല്ല കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെന്റ് നടപടി എടുത്താൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. അധികം നന്ദി പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കേരളത്തിൽ IS റിക്രൂട്ട്മെൻറ്റ് വ്യാപകം. കണ്ണൂരിൽ നിന്ന് ISൽ ചേർന്ന ചെറുപ്പക്കാർ ഏറ്റുമുട്ടലിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടു. കേരളത്തിൽ നിന്ന് ISലേക്കുള്ള യുവാക്കളുടെ ഈ ഒഴുക്കിനെ ഗൗരവതരമായിട്ട് കാണേണ്ടിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികളാണ്. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. മുസ്ലിം രാഷ്ട്രീയത്തെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും രണ്ടായിട്ടാണ് കാണേണ്ടത് തുടങ്ങിയ ചില വെളിപ്പെടുത്തലുകൾ, തുറന്ന പറച്ചിലുകൾ ആണ് കണ്ണൂരിലെ ഒരു ദൃശ്യ
മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പി ജയരാജൻ്റേതായിട്ട് വന്നിരിക്കുന്നത്. ആ തുറന്നു പറച്ചിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക്. IS റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. അതാണ്. അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല, മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ട് സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ. റിക്രൂട്ട്മെൻറ്റ് നടന്നല്ലോ, റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ അപൂർവം ചിലരാണ്. പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുസ്ലിം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര താല്പര്യങ്ങൾ ഇതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ സലഫിസത്തിൻ്റെ ഭാഗമായി ആശയതലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്. ഇവയൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഉച്ചവാർത്ത തുടരുന്നു. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് കൊല്ലം റൂറൽ SP KM സാബു മാത്യു. അജ്മലിനെതിരെ നേരത്തെ തന്നെ 5 ക്രിമിനൽ കേസുകളുണ്ടെന്നും അജ്മലിനെയും വനിതാ ഡോക്ടറെയും കൊല്ലം റൂറൽ എന്നും SP തുറന്നു പറഞ്ഞിരിക്കുന്നു. അജ്മലിനെയും വനിതാ ഡോക്ടറെയും കൊല്ലം റൂറൽ SP ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ വനിതാ ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് ആശുപത്രി മാനേജ്മെൻറ്റ് അറിയിച്ചു. അതേസമയം കാറിടിപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തിൽ നടക്കുന്ന കേസാണ്. നിങ്ങൾക്കിപ്പം ഇന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ, വൈകുന്നേരം തന്നെ അറിയാൻ പറ്റുന്നത്. ഇപ്പം അഡ്വാൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക്. പ്രതിയാണ്. ചീറ്റിംഗ് കേസുണ്ട്, പിന്നെ ചന്ദനം മോഷണ കേസൊക്കെ ഉള്ളതാണ്. അത് ഇതുവരെ ശ്രദ്ധ വന്നിട്ടില്ല, നോക്കിയിട്ട് ശരി. താങ്ക് യു. സാധനം മേടിക്കുന്നപ്പോഴത്തെ കടയിൽ പോയതാണ്. ഞാനും ചേട്ടത്തെയും കൂടിയാണ് പോയത്. സാധനം മേടിച്ചിട്ട് ചേട്ടത്തി വണ്ടിക്കകത്തോട്ട് കയറി. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി വണ്ടി വരുന്നുണ്ടോന്ന് എല്ലാം ഉറപ്പാക്കിയിട്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പക്ഷെ എന്തോ പെട്ടെന്ന് അതിനെ കൂടെ കയറി വന്നു നിന്ന് ഓർമ്മയില്ല. എനിക്ക് പെട്ടെന്ന് അടിച്ചിടുമായിരുന്നു. ഞാനൊരു സൈഡിലേക്ക് ചേട്ടത്തി ആ കാറിന്റെ ഫ്രണ്ടിലേക്ക് ചേട്ടത്തി പക്ഷെ എഴുന്നേറ്റ്, പക്ഷെ എന്തോ പിന്നെ ആ കാർ കയറി പോയതെന്ന്. അത് വേഗത്തിലായിരുന്നു. ബാലൻസ് ഇല്ലാതെ വണ്ടി വന്നത്. വണ്ടി വന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്താ വന്നത്, ബാലൻസ് ഇല്ലാത്ത രീതിയിൽ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ കൊല്ലം റൂറൽ SP KM സാബു മാത്യു അറിയിച്ചിരിക്കുന്നത്. ഈ അജ്മൽ, കാർ ഓടിച്ച അജ്മൽ നേരത്തെ തന്നെ 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇപ്പോൾ ആ അപകടത്തിൽ പരിക്കേറ്റ ആ സ്ത്രീ പറയുന്നത് കാറ് ബാലൻസ് ഇല്ലാതെയാണ് വന്നത് എന്ന്. അജ്മൽ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചത്. അജ്മലിൻ്റെ വണ്ടിയിൽ കാറിൽ ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അജ്മലിനെതിരെ ചുമത്തിയിരിക്കുന്ന ആ കുറ്റം വനിതാ ഡോക്ടർക്കെതിരെയും ചുമത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും അനിശ്ചിതത്വം, അസ്വാഭാവികത എന്തെങ്കിലും ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ ഉമേഷ്? നിലവിൽ ഇപ്പോൾ അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. മനഃപൂർവ്വമായ നരഹത്യക്കും ഒപ്പം അപകടമുണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചത് 2 വകുപ്പുകൾ പ്രകാരമാണ് അജ്മലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെ കൊലപാതക പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനത്തിൽ ഒപ്പം ഇരുന്ന് വാഹനം ശരീരത്തിലൂടെ കയറ്റിയിറക്കി ഓടിച്ചു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ്
സംഭവ സ്ഥലത്ത് നിന്ന് പ്രദേശവാസികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴി അടിസ്ഥാനത്തിലാണ് കൊലപാതക പ്രേരണ കുറ്റത്തിന് ഇപ്പോൾ വനിതാ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇരുവർക്കെതിരെയും കേസെടുത്തു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. റൂറൽ എസ് പി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഇനി വൈദ്യപരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം വാഹനം, ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനം ഇപ്പോൾ പോലീസിന്റെ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുകയാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ വാഹനമുള്ളത്. ഇവിടെ എത്തിയാണ് ഫോറൻസിക് വിഭാഗം ഈ പരിശോധന നടത്തുന്നത്. ഇതിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇരുവരും മദ്യപിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ഈ ഡോക്ടറെ പരിചയപ്പെടുന്നത്, അജ്മൽ ഡോക്ടറെ പരിചയപ്പെടുന്നത്. സ്വകാര്യ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ട ഡോക്ടറുമായി കഴിഞ്ഞ 3 മാസമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ വനിതാ ഡോക്ടറും വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഇരുവരും ഒരുമിച്ചെത്തിയത്. അതിനുശേഷം ഇന്നലെ മദ്യപിച്ച ശേഷമാണ് വാഹനം ഓടിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയത്തിനകം ഇവരുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കും. നിലവിൽ അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യക്കും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനുമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ശ്രീകുട്ടിക്കെതിരെ, വനിതാ ഡോക്ടറായ ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതക പ്രേരണ കുറ്റം മാത്രമാണ്. നമ്പ്യ സുമേഷ്, ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ് അല്ലേ? ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ചന്ദനക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അങ്ങനെ നിലവിൽ 5ഓളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഈ ഡോക്ടറുമായി ഇയാൾ പരിചയപ്പെടുന്നത്. പിന്നീട് ഇയാൾ ഇവർ തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദമാണ് ഇന്നലെ ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. എന്നാൽ ഡോക്ടർക്കെതിരെ മറ്റ് അത്തരം ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അജ്മൽ നിരവധി കേസുകൾ, നിലവിൽ 5ഓളം കേസുകളിൽ പ്രതിയാണ് അജ്മൽ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നമ്പ്യ. യെസ്, നന്ദി ഉമേഷ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് കൊല്ലം റൂറൽ എസ് പി KM സാബു മാത്യു. അജ്മലിനെതിരെ നേരത്തെ തന്നെ 5 ക്രിമിനൽ കേസുകൾ ഉണ്ട്. അജ്മലിനെയും വനിതാ ഡോക്ടറെയും കൊല്ലം റൂറൽ SP ചോദ്യം ചെയ്തു. വനിതാ ഡോക്ടറെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് ആശുപത്രി മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടും ഉണ്ട്. CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. വയനാട് ദുരന്ത മേഖലയിൽ കോടികൾ ചെലവഴിച്ചെന്ന സംസ്ഥാന സർക്കാർ. 359 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചെലവ് 2,76 ലക്ഷം രൂപ. വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ 2,98 ലക്ഷം രൂപ. കണക്കുകൾ പെരുപ്പിച്ച് കോടതിയിൽ സർക്കാരിൻ്റെ സത്യവാങ്മൂലം. വിവരങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, കോടികളുടെ കണക്കുകളാണ് ഇപ്പോൾ സർക്കാർ സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം റവന്യൂ മന്ത്രി ചില വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നാമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇവിടെ ഇത്രയും കോടികൾ ചെലവഴിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ ഒരുപാട് പെരുപ്പിച്ച് കാട്ടൽ ഉണ്ടായിട്ടില്ലേ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അർജുൻ. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കും. കാരണം സന്നദ്ധ പ്രവർത്തകരാണ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്ന അടക്കമുള്ള പ്രവർത്തികൾ ചെയ്തത്. ഇപ്പൊ ഇതിൽ സർക്കാരിന് എന്താണ് ആ ചെലവ് വന്നത് എന്നുള്ളതാണ് നമുക്ക് സംശയം. അത്തരത്തിൽ വലിയ തുകയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 75,000 രൂപ വെച്ച്, അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ വെച്ചാണ് സർക്കാർ കൂട്ടിയിട്ടുള്ളത്. അത് 2,76,00,000 രൂപയാണ് 359 മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ഇവർ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ ചെലവാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ 75,000 രൂപയ്ക്ക് ഒരു മൃതദേഹം സംസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എവിടെയും കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഒരു സ്ഥലങ്ങളിൽ സാധാരണ നമ്മൾ പോയി ഒരു ശ്മശാനത്തിൽ അടക്കുകയാണെങ്കിൽ കൂടിയും ഇത്രയും രൂപ വരില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ 75,000 രൂപ വെച്ച് ഒരു മൃതദേഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സന്നദ്ധ സംഘടനകളാണ് ഇവിടെ എല്ലാ രീതിയിലും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും. മാത്രമല്ല പ്രവർത്തനങ്ങൾക്ക് അവർ തന്നെയാണ് അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്താണ്. അല്ല അർജുൻ, ചില കാര്യങ്ങൾ നമ്മളിവിടെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അത് പ്രേക്ഷകർ കൂടി അറിയണം ഈ കണക്ക്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് മാർഗം ഈ വളണ്ടിയേഴ്സിനെയും അതുപോലെ ട്രൂപ്പിനെയും ഒക്കെ എത്തിച്ചതിന് 4 കോടി രൂപയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ നമ്മൾ കണ്ടതാണല്ലോ അർജുൻ. അവർ സ്വയം അവിടെ എത്തിയതാണ്. അതിന് സർക്കാർ എന്തിനാണ് 4 കോടി രൂപ ചിലവാക്കിയിരിക്കുന്നത്? മാത്രമല്ല
ഈ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ എത്ര സന്നദ്ധ സംഘടനകൾ എത്തി. സേവാഭാരതി പോലുള്ള സംഘടനകൾ അവിടെ സജീവമായി പ്രവർത്തിച്ചതില്ലേ, അതിന് 10 കോടിയാണ്. മാത്രമല്ല അക്കമഡേഷൻ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, എവിടെ അക്കമഡേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? എവിടെയാണ് അവരെ താമസിപ്പിച്ചത്? അവർ ദുരന്തമുഖത്ത് തന്നെയായിരുന്നല്ലോ. അതിന് 15 കോടി. വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ, അതിന് 12 കോടി. കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ്, അതിന് 1 കോടി രൂപ. പ്രൊക്യൂർമെൻറ്റ് ഓഫ്, നോക്കണം എത്ര വിചിത്രമാണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല ആൻഡ് ഗുംബട്സ്, അതായത് ഈ ടോർച്ചും റെയിൻകോട്ടും കൊടയുമൊക്കെ വാങ്ങിയതിന് 2,98,00,000 രൂപയാണ് അർജുൻ. മാത്രമല്ല മെഡിക്കൽ കെയർ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ്, അതിനും 2 കോടിയിൽ പരം രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത്. അതും പല ആശുപത്രിയിൽ നിന്നും ആളുകൾ അവർ സന്നദ്ധമായി എത്തിയതാണ്. ഇവിടെയൊക്കെ സർക്കാർ ഏത് രീതിയിലാണ് പണം ചെലവഴിച്ചത് എന്ന് വ്യക്തമാക്കുന്നില്ല. സൗജന്യമായി ഇപ്പോൾ ഈ ഇവാക്വേഷന് തന്നെ സൗജന്യമായിട്ട് ഇത് മണ്ണ് മാറ്റുന്നതിനും മറ്റും JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നും തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തിയത്, അതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവർ സൗജന്യമാണെന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്രയും കോടികൾ ചെലവഴിച്ചിരിക്കുന്നത്? ഇത് ശുദ്ധമായ തട്ടിപ്പല്ലേ അർജുൻ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇതിന്റെ അവസാനമായി നമ്മൾ കാണുന്നത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ വസ്ത്രങ്ങൾക്കായി ചെലവ് നൽകിയത് 11 കോടി രൂപയാണ്. പക്ഷേ ആ ഒരു വസ്ത്രം, സർക്കാർ നൽകിയ വസ്ത്രമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ഈ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ സന്നദ്ധ സംഘടനകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നാട്ടുകാരടക്കം കൊടുത്തിട്ടുള്ള വസ്ത്രങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകൾ തിരിച്ചെടുത്ത വസ്ത്രങ്ങൾ, അവയെല്ലാമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സർക്കാരിന്റെ കയ്യിലുള്ള ചെലവ് എന്നിവയാണ് നമുക്കറിയാതെ. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ഈ വാഹനങ്ങളടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് നിന്നും അതുപോലെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ, സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ സാധാരണ മനുഷ്യരടക്കം അവിടേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരാണ് ഈ പിക്കാസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ മൺവെട്ടിയും ഒക്കെ എടുത്ത് രാവിലെ പുറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് താമസിക്കാൻ ഏത് സ്ഥലമാണ് കൊടുത്തത്? അവിടെ AC റൂമോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളടക്കം ആ ഫീൽഡിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആളുകൾക്ക്, ഈ ഒരു സന്നദ്ധ സംഘടനകൾക്ക് എവിടെയാണ് ഇവർ റൂം ഒരുക്കിയത് എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കള്ളത്തരം തന്നെയാണ് ഇത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ കണക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയും ചെലവ് വന്നേക്കാം എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇപ്പോൾ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയവയിൽ 2 കോടിയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അവിടെ ഏത് തരത്തിലാണ് മെഡിക്കൽ സൗകര്യം നടത്തിയതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയില്ല. മിലിറ്ററിയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ തലത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ കൂടി 2 കോടി രൂപയാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. മിലിറ്ററിയുടെ മെഡിക്കൽ ക്യാമ്പ് അവിടെ നടത്തിയത് നമുക്ക് മനസ്സിലാവുന്നില്ല സർക്കാരിന്റെ രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന്. പിന്നീട് ഇവരെ ഈ ഒരു ദുരന്തം ബാധിച്ചവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അർജുൻ എന്തായാലും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്ന ആ സംഘം, മെഡിക്കൽ സംഘം, മിലിറ്ററിയുടെ മെഡിക്കൽ സംഘം, അവർ പറയേണ്ടിയിരിക്കുന്നു സർക്കാർ എന്തെങ്കിലും പണം നൽകിയിട്ടുണ്ടോ. മാത്രമല്ല അവിടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവർ തുറന്നു പറയേണ്ടിയിരിക്കുന്നു അവർക്കിനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ. കാരണം തികച്ചും സൗജന്യമായിട്ടായിരുന്നു ഇവരുടെയൊക്കെ സേവനം. അപ്പോൾ അവരാണ് ഇനി തുറന്നു പറയേണ്ടത്. എങ്കിൽ മാത്രമേ യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയൂ. തീർച്ചയായും. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന് കൊടുത്തിരിക്കുന്നത് 17 കോടിയാണെന്നാണ് പറയുന്നത്. അതായത് എയർലിഫ്റ്റ് ചെയ്തതിന് ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയാണ് സർക്കാർ കൊടുത്തത്. അത്തരത്തിൽ സർക്കാരിന് നേരിട്ട് യാതൊരു ധാരണയും ഇല്ലാതെ 17 കോടി കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ 17 കോടി കൊടുക്കുവാൻ ഇത് മാറ്റിവെക്കാൻ കഴിയുമോ എന്നുള്ളതടക്കം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പൈസ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഈ 17 കോടി രൂപയൊക്കെ എയർഫോഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാർ ഏത് തരത്തിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതടക്കം വ്യക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ തട്ടുപൊളിപ്പനായിട്ടുള്ള ഒരു സത്യവാങ്മൂലമാണ് ഇതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ
വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ദുരന്തബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വഴിയിൽ 12 കോടി. പക്ഷേ നമ്മൾ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലുള്ള വണ്ടികളാണ് ഉപയോഗിച്ചത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ആംബുലൻസ് ഉണ്ടായിരുന്നു, 50ഓളം ആംബുലൻസുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അത് വെട്ടിച്ചുരുക്കി 25ഓളം ആംബുലൻസ് ആക്കിയിരുന്നു. അതിൽ പകുതി, അതായത് ഭൂരിപക്ഷം ആംബുലൻസും സേവാഭാരതിയോടും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ ആംബുലൻസ് അടക്കം അവിടെ പ്രവർത്തിച്ചിരുന്നു. ജീപ്പുകൾ പ്രവർത്തിച്ചിരുന്നു, അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ സർക്കാർ പറയുന്ന രീതിയിൽ ഈ 12 കോടി രൂപ അവിടെ എങ്ങനെ വരും എന്നുള്ളത് കൂടി ആ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ താമസസൗകര്യം ഒരുക്കിയത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അവർക്കുള്ള ഭക്ഷണം, വെള്ളം എന്നിവയും ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 10 കോടി രൂപയാണ് മിലിറ്ററിക്കും അതുപോലെ തന്നെ വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണത്തിനും വെള്ളത്തിനും ചെലവാക്കിയത് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ 6-7 ദിവസം, ഒരു 6 ദിവസമോ 7 ദിവസമോ അടുപ്പിച്ച് ആ ദിവസങ്ങളിലെല്ലാം സന്നദ്ധ സംഘടനകളാണ് മേപ്പാടിയിലെ LP UP സ്കൂളുകളിലാണ് മിലിറ്ററി സേനയുടെ അംഗങ്ങൾ അവിടെയാണ് താമസിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അർജുൻ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ അവിടെയാണ് താമസിച്ചത്. മാത്രമല്ല ഈ 4-5 ദിവസം, 5-6 ദിവസങ്ങളിൽ സന്നദ്ധ സംഘടനകളാണ് ഇവിടെ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും എത്തിച്ചത്. പിന്നീടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ഒക്കെ തുടങ്ങിയത്. അതിലും കൃത്യമായി തന്നെ സർക്കാരിന് അവിടെ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളിൽ നിന്നും സഹായം എത്തിയിട്ടുണ്ട്. പച്ചക്കറിയുടെ രൂപത്തിലായിട്ടും പണത്തിന്റെ രൂപത്തിലായാലും തന്നെ ഒരുപാട് സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുവരെയും ഇത്തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. സഭയിൽ ഈ കണക്കുകൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കൃത്യമായ കണക്ക് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകുക. എത്ര കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്ന് മിതത്വം പാലിച്ചത് ആ രക്ഷാപ്രവർത്തനത്തോട് സഹായിക്കുക. ഈ കറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. പലതരത്തിലുള്ള വീഴ്ചകൾ കണ്ടിട്ടും നമ്മൾ അതൊന്നും കൂടുതലായി സർക്കാരിനെ ബ്ലെയിം ചെയ്യാതെ നമ്മൾ കൂടുതലായി അവരോട് സഹകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് പറ്റിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്കിത് കൂടുതൽ പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് ഏത് തരത്തിലാണ് വന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലെ ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ് 30 ദിവസത്തേക്ക് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എത്രമാത്രം ശരിയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ തോന്നുന്നത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലാണ് നമുക്ക് ഒരു ഭയങ്കര അതിശയം തോന്നുന്നത്. 2,76,00,000 രൂപയാണ് 359 മൃതദേഹം ദഹിപ്പിക്കാൻ എടുത്തത്. ആ 75,000 രൂപയ്ക്ക് മറ്റുള്ള എവിടെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം സംസ്കരിക്കുന്നത് 75,000 രൂപ എന്ന് പറയുമ്പോൾ അത് എവിടുത്തെ ന്യായമാണ്? അല്ലെങ്കിൽ വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവിടാം. എന്തായാലും ദുരന്തം അടിച്ചുമാറ്റലിൻ്റെയും ആഘോഷത്തിൻ്റെയും വേദിയാക്കി ഒരിക്കൽ കൂടി മാറ്റിയിരിക്കുന്നു. വയനാട് ദുരന്ത മേഖലയിൽ കോടികൾ ചെലവഴിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. കണക്കുകളെല്ലാം പെരുപ്പിച്ച് കാട്ടിയിരിക്കുകയാണ്. അർജുനാണ് വിവരങ്ങൾ നൽകിയത്. നിലവിലുള്ള മലയാള സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടനയ്ക്ക് ആലോചന. പുരോഗമന സിനിമാ കാഴ്ചപ്പാടുള്ളവർ ഒരുമിക്കുന്നു എന്ന പേരിൽ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ്റെ രൂപീകരണത്തിനാണ് ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട അഞ്ജലി മേനോൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ പേരിലിറങ്ങിയ സർക്കുലർ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് നവമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ബീന റാണി ചേരുന്നു. ബീന, വിശദാംശങ്ങൾ പെട്ടതാണ്. അനിൽ, നിലവിൽ ഉള്ള സംഘടനകൾ, അതായത് ഫെഫ്ക, അമ്മ, അതുപോലെ തന്നെ മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇവയ്ക്കെല്ലാം ബദലായിട്ടൊരു പുതിയ സംഘടന തുടങ്ങുന്നുവെന്നാണ് ഇവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ, ഒരു അസോസിയേഷൻ രൂപീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിൽ അഞ്ജലി മേനോൻ, ലിജോ ജോസ് പല്ലിശ്ശേരി, ഒപ്പം തന്നെ ആഷിഖ് അബു, രാജീവ് രവി, റിമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവർ ചേർന്നാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുത്തൻ മലയാള സിനിമാ സംസ്കാരത്തെ പിന്താങ്ങുന്ന, ഒപ്പം തന്നെ സിനിമാ പിന്നണി പ്രവർത്തകരുടെ ഒരു പുതിയ കൂട്ടായ്മ എന്നാണ് ഇവർ ഈ സംഘടന രൂപീകരിക്കുന്നതിന് ഉള്ള ചില കാരണങ്ങളായി പറയുന്നത്. ധാർമ്മികമായ ഉത്തരവാദിത്വം, ചിട്ടയായ ആധുനീകരണം, തൊഴിലാളികളുടെ ശാക്തീകരണം തുടങ്ങിയവയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും പറയുന്നു. എന്തായാലും പുതിയ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ ഇവർ ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മലയാള ചലച്ചിത്ര വ്യവസായത്തെ നവീകരിക്കാം എന്നൊരു സന്ദേശമാണ് ഇവർ ഇതിലൂടെ നൽകുന്നത്.
എന്നാൽ നേരത്തെ ഇത്തരം പല സംഘടനകളും നിലവിലുണ്ട്. റീമ കല്ലിങ്കലിന്റെ നേതൃത്വത്തിലും മറ്റും അതിന്റെയൊക്കെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നറിയില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു സംഘടന കൂടി ഇവർ തയ്യാറെടുക്കുകയാണ്. യെസ്, നന്ദി ബീന. നിലവിലുള്ള മലയാള സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടനയ്ക്ക് ആലോചന. പുരോഗമന സിനിമാ കാഴ്ചപ്പാടുള്ളവർ ഒരുമിക്കുന്നു എന്ന പേരിൽ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ ഇത്തരമൊരു സംഘടനയുടെ രൂപീകരണത്തിലാണ് ശ്രമം. ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.